നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. PMC പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ രൂപം കൊണ്ട കാറ്റും കോളും അടങ്ങുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി MN സ്മാരകത്തിൽ നേരിട്ടെത്തിയിട്ടും CPI അയഞ്ഞില്ല. സ്വകാര്യ ചർച്ചയിൽ പ്രശ്നം തീരില്ലെന്ന് മന്ത്രി GR അനിൽ. ഡൽഹിയിൽ MA ബേബി D രാജ ചർച്ചയിലും ഫലമുണ്ടായില്ല. വിദ്യാഭ്യാസ മന്ത്രിയെ ലക്ഷ്യമിട്ട് AISF AIYF പ്രതിഷേധം ഇന്നും തുടർന്നു. ഉദ്വേഗമുനമ്പിൽ നിന്ന് സമവായ തീരത്തേക്ക് മുന്നണിയെ അടുപ്പിക്കാനുള്ള CPM നീക്കങ്ങളാണ് ഈ പകൽ രാഷ്ട്രീയ കേരളം കണ്ടത്. പക്ഷേ കാര്യമായ പുരോഗതിയില്ലാതെ നേതൃതല കൂടിക്കാഴ്ചകളെല്ലാം അവസാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി അനുനയത്തിന് ശ്രമിച്ചു. ബിനോയ് വിശ്വത്തെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ ബിനോയ് വിശ്വ സ്ഥാപനം കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM3 ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. രഹസ്യ ചർച്ചകൾ നടത്തി തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല എന്ന് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്ന മന്ത്രി GR അനിലിന്റെ നീരസം കലർന്ന മറുപടി തൊട്ടു പിന്നാലെ എത്തി. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. അങ്ങ് ഡൽഹിയിലും ഇടതു കേന്ദ്രങ്ങൾ ചർച്ചകളിൽ മുഴുകി. D രാജ MA ബേബിയെ AKG ഭവനിലെത്തി കണ്ടു. കേരളത്തിലെ വിഷയങ്ങൾ അവിടെ തീർക്കട്ടെ എന്നായി ബേബി. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ, കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിൽ, കച്ചവടവൽക്കരണം വിദ്യാഭ്യാസത്തിൽ. ഈ 3 കാര്യങ്ങളിലും CPM-ഉം CPIയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറണം എന്ന നിലപാടെടുത്തു D രാജ. തമിഴ്നാട് കോടതിയിൽ പോയതുപോലെ കേരളവും പോരാട്ടം നടത്തണമെന്നും അജോയ് ഭവനിലേക്ക് മടങ്ങും മുൻപ് CPI ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. മുന്നണി ചർച്ച ചെയ്യുമെന്നും കേരളത്തെ ബാധിക്കുമെങ്കിൽ നടപ്പാക്കില്ല എന്നും ആശ്വാസവാക്കുമായി LDF കൺവീനറും ഇടപെടൽ നടത്തി. പ്രശ്നം ഞങ്ങൾ ചർച്ച നടത്തി ന്യായമായ നിലപാടെടുത്ത് പ്രശ്നം പരിഹരിക്കും. കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഈ ഒപ്പിട്ട കരാറിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗൗരവമായി പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായ ചർച്ച നടത്തി അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് കാണാൻ സാധിക്കും. ഇന്നലെ തെരുവിലിറങ്ങിയ AISF ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കടുപ്പിച്ചു. LDF-ലെ തർക്കങ്ങളിൽ CPIയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് ഇന്നും പ്രതികരിച്ചു. കേരളത്തെ ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട MOU എന്ന ഒരു പടി കൂടി കടന്ന് VD സതീശന്റെ വിമർശനം. അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത്, വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത്. കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്, ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത്, എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. തിങ്കളാഴ്ച ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. സെൻട്രൽ ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ചില കണ്ടീഷൻസും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് ചെയ്യുന്നതിന് പിന്മാറാൻ സാധിക്കും. ആ നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കണം. മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ CPI നേതാക്കളെ കണ്ടേക്കും. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ CPI എങ്ങനെ അനുനയത്തിന് തയ്യാറാകും? പൊളിറ്റിക്കൽ ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്കായി ചെന്നൈയിലെ കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം SIT കണ്ടെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മുഹമ്മദ് റഹീസ്, നിർണായക നീക്കങ്ങൾ SIT നടത്തിയ വാർത്താ ദിനമാണ്. എന്തൊക്കെയാണ് പ്രധാന വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിൽ നിന്ന് SIT എങ്ങോട്ടേക്കാണ് കടന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ കേരളത്തിൽ നിന്നും പോയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് എത്തിച്ചേർന്നത് ചെന്നൈയിലാണ്. ഇന്ന് വൈകിട്ട് 5:15 കൂടിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത്. അതിനുശേഷം ഒരു 3 മണിക്കൂർ നീണ്ട പരിശോധന. അതിനൊക്കെ പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്കായി ആദ്യം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു റോട്ടറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് കിൽപോക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ പരിശോധനകൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തി
എത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ തിരിച്ചെത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് SP ശശിധരൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയും ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചിങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നോടുകൂടി തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലെ പരിശോധനകളൊക്കെ അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ SIT സംഘത്തിന് കഴിഞ്ഞേക്കും. ഇന്ന് ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു നിർണായകമായിട്ടുള്ള പരിശോധനയൊക്കെ നടന്നത്. അതിനപ്പുറത്തേക്ക് ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് പോറ്റി വേർതിരിച്ചെടുത്ത സ്വർണം എവിടെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്നും ഇന്ന് SIT സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട്. അത് 400 ഗ്രാമിലധികം സ്വർണ്ണമാണ് ഇദ്ദേഹത്തിൽ നിന്ന് നീക്കിയെടുത്തത്, ഇന്ന് കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷേ അത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ഗോവർദ്ധൻ എന്ന വ്യാപാരി പറയുന്നത്. അതിന് പിന്നാലെയാണ് പോറ്റിയുടെ ബംഗളൂരുവിലെ വസതിയിലേക്ക് ഈ SIT സംഘം എത്തുന്നത്. അവിടെ പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലും അവിടെ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. 150 ഗ്രാമിലേറെയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സ്വർണം നിലവിൽ ഇന്നത്തെ ദിവസം റിക്കവർ ചെയ്യാൻ കൂടി SITക്കായി ആ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സ്വർണം കണ്ടെത്തുക, കൃത്യമായ ഇടങ്ങളിൽ പരിശോധന നടത്തുക, അതൊക്കെയായി SIT സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. അതിനിടയിൽ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനിക്ക് സമീപം ഗർത്തം രൂപപ്പെട്ടു എന്നതാണ്. മണ്ണിടിയാൻ സാധ്യത എന്ന അധികൃതർ 22 കുടുംബങ്ങളെ ഇതിനെ തുടർന്ന് ക്യാമ്പിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ ആ ഭാഗത്താണ് ഈ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ അടിമാലിയിൽ നിന്ന് കല്ലാർകുട്ടി വഴി തിരിച്ചുവിടുന്നു എന്നാണ് ലാൽകൃഷ്ണൻ അറിയിക്കുന്നത്. ആ വഴിയുള്ള യാത്രക്കാർ ശ്രദ്ധിക്കുക. മൂന്നാറിൽ നിന്നുള്ള വാഹനങ്ങൾ അടിമാലിയിൽ നിന്ന് കല്ലാർകുട്ടി വഴി ഇപ്പോൾ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തി SIT. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത്. 2019 പെരുന്നയിൽ വീട് നിർമ്മിച്ചതിനെക്കുറിച്ചും SIT അന്വേഷിക്കും. വീട്ടിലേക്ക് ആവശ്യമായ തേക്ക് തടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന പേരിലാണെന്ന് SITക്ക് വിവരം കിട്ടി. മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നയിലെ വീട്ടിൽ 4 മണിക്കൂറോളം നീണ്ട ആ പരിശോധന നടത്തിയത്. ഏകദേശം 2 കോടിയിലധികം രൂപ വരുന്ന ആഡംബര വീടാണ് അവിടെ നിർമ്മിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇതിലെ സാമ്പത്തിക സ്രോതസ് കൃത്യമായി അന്വേഷിക്കുവാൻ വേണ്ടി SIT തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന തേക്കിൻ തടികളാണ് ആ ഒരു പേരിൽ പറഞ്ഞാണ് തേക്കിൻ തടികൾ എത്തിച്ച് ഈ വീട് നിർമ്മിച്ചത് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ ദേവസ്വം മഹസർ തിരുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനും അതുപോലെ തന്നെ കമ്മീഷണർ വാസുവിനും ഇത് അറിയാമായിരുന്നു എന്നുള്ളതാണ് മുരാരി ബാബുവിന്റെ മൊഴി. 28-ന് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്. മുരാരി ബാബുവിനെ 28-ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ സ്ട്രോങ് റൂം, അതായത് ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തുറന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹൈക്കോടതി നിർദ്ദേശിച്ച അമക്കസ് ക്യൂരി KT ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും വലിയൊരു പ്രതികരണം ഇന്ന് നടത്തി. കാരണം ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ കൽത്തുറങ്കിൽ അടയ്ക്കും എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നത് കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം ഉയർത്തിയത്. എന്തായാലും നിലവിലെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട് ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റ് അല്ലേ? റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം ഗർത്തം രൂപപ്പെട്ടു. മണ്ണിടിയാൻ സാധ്യത എന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകി. 22 കുടുംബങ്ങളെ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റി. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, ഈ ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടോ മേഖലയിൽ? വിവരങ്ങൾ.
ഉന്മേഷ്, ഇന്നലെ ഉച്ചയോടുകൂടി ഇവിടെ മണ്ണിടിഞ്ഞതാണ്. അപ്പോൾ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട്. അതായത് കൊച്ചി ധനുഷ്കോടി പാതയിൽ അടിമാലി എത്തിക്കഴിഞ്ഞാൽ മൂന്നാർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കല്ലാർകുട്ടി റൂട്ടിൽ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ആനച്ചാല് അടിമാലി റൂട്ടിൽ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അവിടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് വലിയ ഗർത്തം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗർത്തത്തിനോട് അടുത്ത് തന്നെയുള്ള 22 കുടുംബങ്ങളെയാണ് തൽക്കാലം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നത്. 28 പുരുഷന്മാരും 20 സ്ത്രീകളും 8 കുട്ടികളും അടങ്ങുന്ന സംഘത്തെ നിലവിൽ അടിമാലി പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത്. NHAയുടെ ഭാഗത്തുനിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ അശാസ്ത്രീയമായ പല കാര്യങ്ങളും NHA ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ആരോപിക്കുന്നുണ്ട്. സംഭവം എന്താണെങ്കിലും നിലവിൽ അപകടാവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രദേശത്ത് മഴയില്ലാത്തൊരു ആശ്വാസമാണ്. എന്നാൽ പോലും മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ മണ്ണിടിഞ്ഞതിന് പുറമെ ഇന്ന് പുലർച്ചെയും അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. എന്താണെങ്കിലും അതീവ സുരക്ഷ എന്ന രീതിയിൽ തന്നെ മറ്റു കുടുംബങ്ങളെയും വേണ്ടി വന്നാൽ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തരമായി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടണം എന്നൊരാവശ്യം കൂടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന്. ബീഹാറിൽ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധിക്ക് യാത്ര നടത്തി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വിമർശനം. ബീഹാറിലെ ജനങ്ങൾ മാറ്റത്തിനായി കാത്തിരിക്കുന്നുവെന്ന് തേജസ്വി യാദവ്. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ചൊവ്വാഴ്ച പുറത്തിറക്കും. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ 3 ഇടങ്ങളിലാണ് വലിയ റാലികളും പൊതുസമ്മേളനവും നടന്നിട്ടുണ്ടായിരുന്നത്. പ്രചരണ റാലിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വോട്ടർ അധികാർ യാത്രയ്ക്ക് നേരെയും ഒപ്പം തന്നെ മഹാസഖ്യത്തിന് നേരെയും ഒക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ബീഹാറിൽ ജംഗിൾ രാജ് തിരികെ വരണമോ അതോ നിലവിലുള്ള വികസനം തുടരണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ബീഹാറിനെ ഒന്നാമതെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു തേജസ്വി യാദവ് നടത്തിയ പരാമർശം. ഒപ്പം തന്നെ ബീഹാറിൽ വികസനവും വ്യവസായവും നിക്ഷേപങ്ങളും കൊണ്ടുവരണമെന്നും തേജസ്വി യാദവ് പറഞ്ഞു. फैक्ट्री प्रधानमंत्री जी गुजरात में लगवाते हैं, सेमीकंडक्टर का फैक्ट्री गुजरात में लगवाते हैं, SEZ गुजरात में लगाते हैं, IT पार्क गुजरात में लगाते हैं, बुलेट ट्रेन गुजरात में चलाते हैं, इन्वेस्टर मीट गुजरात में करवाते हैं और बिहार में केवल वोट लेने आते हैं. അതേസമയം NDAക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരു വിഷയവും മഹാസഖ്യത്തിന് ഇല്ലെന്നായിരുന്നു BJPയുടെ ആരോപണം. ഈ മാസം 30-ന് പ്രധാനമന്ത്രി വീണ്ടും ബീഹാറിലെത്തും. പ്രചരണ റാലികളിലും പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. അതിനിടെ ചൊവ്വാഴ്ച മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയും പുറത്തിറക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 200 മീറ്റർ മത്സരത്തിൽ മീറ്റ് റെക്കോർഡുകളുടെ പെരുമഴ. നടന്ന 6 മത്സരങ്ങളിൽ 4-ലും മീറ്റ് റെക്കോർഡുകൾ. മലപ്പുറത്തിന്റെ ആദിത്യാജിക്ക് ട്രിപ്പിൾ സ്വർണം. അത്ലറ്റിക് വിഭാഗത്തിൽ പാലക്കാടിന്റെ മുന്നേറ്റം. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ എതിരാളികളില്ലാതെയാണ് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 200 മീറ്റർ വിഭാഗത്തിൽ പിറന്നത് മീറ്റ് റെക്കോർഡുകളുടെ പെരുമഴ. നടന്ന 6 മത്സരത്തിൽ 4-ലും പുതിയ റെക്കോർഡുകളുണ്ടായി. സീനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, ജൂനിയർ ബോയ്സ്, സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിലാണ് റെക്കോർഡുകൾ പഴങ്കഥയായത്. സീനിയർ ആൺകുട്ടികളുടെ 200 മീറ്ററിൽ പാലക്കാടിന്റെ നിവേദ് കൃഷ്ണയും, ജൂനിയർ പെൺകുട്ടികളുടെ 200 മീറ്ററിൽ കോഴിക്കോടിന്റെ ദേവനന്ദയും, ജൂനിയർ ആൺകുട്ടികളുടെ 200 മീറ്ററിൽ ആലപ്പുഴയുടെ TM അതുലും, സബ് ജൂനിയർ പെൺകുട്ടികളുടെ 200 മീറ്ററിൽ പാലക്കാടിന്റെ S ആൻവിയുമാണ് റെക്കോർഡ് തിരുത്തിയത്. 100 മീറ്റർ വിഭാഗത്തിലും 4 പേരും സ്വർണം നേടിയിരുന്നു. മലപ്പുറത്തിന്റെ ആദിത്യാജി ട്രിപ്പിൾ സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ 200 മീറ്ററിൽ ഫോട്ടോ ഫിനിഷിലായിരുന്നു ആദിത്യയുടെ നേട്ടം. ചാമ്പ്യൻ ആണെത്താൻ എന്തൊക്കെ വന്നാലും ഇതിൻ്റെ ലാസ്റ്റ് ഇയർ ആണ് ചാമ്പ്യൻ ആയേ ഞാൻ പോകുന്ന എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുതന്നെ എനിക്ക് സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷം. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ സഞ്ജയ് സ്വർണം നേടി. സഞ്ജയ്, നിവേദ് കൃഷ്ണ, TM അതുൽ, ദേവനന്ദ എന്നിവർ സ്പ്രിന്റ് ഡബിളും സ്വന്തമാക്കി. അത്ലറ്റിക് വിഭാഗത്തിൽ 16 സ്വർണവുമായി 134 പോയിന്റോടെ പാലക്കാടാണ് ഒന്നാമത്. 10 സ്വർണവുമായി 106 പോയിന്റോടെ മലപ്പുറം രണ്ടാമതാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന് എതിരാളികളില്ലാത്ത കുതിപ്പാണ്. 1482 പോയിന്റുകളുമായി ഓവറോൾ കിരീടം തിരുവനന്തപുരം ഉറപ്പിച്ചു. സലിം മാലിക്, 24, തിരുവനന്തപുരം. കേരള സ്കൂൾ കായികമേളയിൽ ഇരട്ട സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് പുതിയ വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. കായികമേളയിൽ മീറ്റ് റെക്കോർഡോടെ ഇരട്ട സ്വർണം നേടിയ ദേവനന്ദയ്ക്ക് നല്ലൊരു വീടില്ലെന്ന സങ്കടം 24 ആണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്.
അപ്പൻഡിക്സ് രോഗം തീർത്ത കഠിനമായ വേദന സഹിച്ചാണ് ദേവനന്ദ റെക്കോർഡിലേക്ക് ഓടിക്കയറിയത്. 200 മീറ്ററിൽ പുതിയ വേഗറാണിയായ ദേവനന്ദ 24-നോട് പറഞ്ഞത് ഇത്ര മാത്രം. മോളെ വീട്ടിലെന്താ ബുദ്ധിമുട്ട്? വീടൊന്നും അങ്ങനെ ഇല്ല. എവിടെയാ സ്ഥലം? പേരാമ്പ്ര, മമ്മിളിക്കുളം. അപ്പൊ ഒരു വീട് വേണം എന്നുള്ളതാണോ? ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ പുരോഗമിക്കവേ മന്ത്രി വി ശിവൻകുട്ടി എത്തി. മന്ത്രിക്ക് മുന്നിൽ ദേവനന്ദയെ ഞങ്ങൾ എത്തിച്ചു. ദേവനന്ദയുടെ നിസ്സഹായാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തി. ശ്രീകുട്ടി നമ്മുടെ അടുത്താണ് ആദ്യമായിട്ട് പറഞ്ഞത് ഈ ഒരു സംഭവം. അതെന്താണെന്ന് അവളൊരു അപേക്ഷ എനിക്ക് തരട്ടെ. പരിഗണിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ പരിഗണിക്കാൻ കഴിയുമെന്ന് നോക്കാം. വീട് സ്വന്തമായിട്ടില്ലെന്നാ പറയുന്നത്. വീട് സ്വന്തമായിട്ടാണ്, പക്ഷെ പഴയ വീടാണ്. പഴയ വീടാണ്. സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ? സ്ഥലമുണ്ട്. ഉടനെ മന്ത്രിയുടെ ഇടപെടൽ. പിന്നാലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആ ദൗത്യം ഏറ്റെടുത്തു. നമ്മുടെ കോഴിക്കോട് പേരാമ്പ്രയിലെ 2 സ്കൂൾ ഗെയിംസിൽ 2 സ്വർണം നേടിയ ഒരു കുട്ടിയുണ്ട്. ദേവനന്ദ എന്നാണ് പേര്. നമുക്ക് സ്കൗട്ട്സുകാർ ഒരു വീട് വെച്ച് കൊടുക്കും. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുകാർ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കും. മന്ത്രിയുടെ ഉറപ്പിൽ ദേവനന്ദയ്ക്കും അമ്മയ്ക്കും ആശ്വാസം. വളരെ സന്തോഷം. ദേവനന്ദ അല്പസമയം മുൻപാണ് 2ാം സ്വർണം നേടിയതിനു ശേഷം 24-നോട് ഇത്തരത്തിൽ പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. ഉടൻ തന്നെ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടു. ഒരു വീടെന്ന ആ ഒരു സ്വപ്നം, അതിലേക്ക് എത്താൻ ദേവനന്ദയ്ക്ക് ഇനി സാധിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഈ അത്ലറ്റിക്സ് ട്രാക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു തീർത്തിരിക്കുന്നു. ക്യാമറ പേഴ്സൺ സിറിലിനൊപ്പം റാഫി കരീം, 24. കേരളത്തിന് ആശങ്കയായി പൊള്ളാച്ചി ആളിയാർ ഡാമിന് സമീപത്ത് തമിഴ്നാടിന്റെ പുതിയ ഡാം വരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കാൻ തമിഴ്നാട് സർക്കാർ. തമിഴ്നാടിന്റേത് നിയമലംഘനമെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 1960കളിലാണ് പറമ്പിക്കുളം ആളിയാർ കരാർ നിലവിൽ വരുന്നത്. പശ്ചിമഘട്ടത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 8 നദികളിലെ ജലം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിച്ചുവിട്ട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വരൾച്ചാബാധിത പ്രദേശങ്ങളിൽ ജലസേചനം ഉറപ്പാക്കുക, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നിവയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കരാർ പ്രകാരം ചിറ്റൂർ പുഴ വഴി കേരളത്തിന് പ്രതിവർഷം 7.25 TMC ജലവും കേരള ഷോളയാർ റിസർവോയറിൽ 12,300 ദശലക്ഷം ഘനയടി ജലവും ലഭിക്കണമെന്നാണ്. എന്നാൽ നിലവിൽ അവകാശപ്പെട്ട ജലം പോലും കേരളത്തിന് ലഭിക്കുന്നില്ല. കരാറിന്റെ കാലാവധി കഴിഞ്ഞ് 65 വർഷം കഴിഞ്ഞിട്ടും പുതുക്കിയിട്ടില്ല. ഈ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. ഇതിനിടയിലാണ് കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി തമിഴ്നാടിന്റെ പുതിയ നീക്കം. 11,000 കോടി രൂപ ചിലവഴിച്ച് ആളിയാർ ഡാമിന് സമീപം പുതിയ ഡാം നിർമ്മിക്കുന്നതിന് തമിഴ്നാട് നിയമസഭയിലെ ബജറ്റ് പ്രഖ്യാപിച്ചു. പിന്നാലെ നടപടികൾ വേഗത്തിലാക്കുന്നതായാണ് സൂചന. ഇതോടെയാണ് കേരളത്തിന്റെ ആശങ്ക വർദ്ധിച്ചത്. പുതിയ ഡാം നിർമ്മിക്കുന്നതോടെ ഭാരതപ്പുഴയിലേക്ക് വെള്ളം വരാതാകും. നിലവിൽ ഡാമിൽ നിന്നും മൂലത്തറയിലേക്കാണ് വെള്ളം എത്തുന്നത്. ശേഷം ചിറ്റൂർ പുഴയിലേക്കും ചെറുനദികളിലേക്കും. എന്നാൽ പുതിയ ഡാം വരുന്നതോടെ മൂലത്തറയ്ക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കും അതുവഴി ചിറ്റൂർ പുഴയിലേക്കുള്ള ഒഴുക്കും നിലക്കും. ഇതോടെ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ കടുത്ത ജലക്ഷാമം നേരിടും. ഇതോടെ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അഷ്യൂർഡ് ഇറിഗേഷനാണ് 7.25. തമിഴ്നാട് എപ്പോഴും കരാർ ലംഘിക്കുകയാണ്. അൺകൺട്രോൾ ഫ്ലഡ് വാട്ടറും കരാർ പ്രകാരം നമുക്ക് കിട്ടേണ്ടതാണ്. ആ അൺകൺട്രോൾ വാട്ടർ ഇപ്പോൾ തടഞ്ഞിട്ട് അവരെടുക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി നമ്മൾ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് കാട്ടി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും കത്തയച്ചു. കേരളത്തിന്റെ ആശങ്കകൾ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടും ചർച്ചയില്ലാതെ തമിഴ്നാട് സ്വീകരിക്കുന്ന നിലപാടുകൾ അന്തർ സംസ്ഥാന നദീജല കരാർ ലംഘനമാണെന്നും മന്ത്രി പറഞ്ഞു. ആളിയാറിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് സുദേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.